ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഒരു പ്രത്യേക വിഷയവുമായാണ് കടന്നു വന്നിട്ടുള്ളത്. ദൈവ സാന്നിധ്യം നിങ്ങളുടെ കുടുംബങ്ങളിൽ നിലനിൽക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിൽ നിറഞ്ഞു നിൽക്കണമെന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അതൊരു സ്വർഗമായി മാറും. നാം വസിക്കുന്ന വീട് എന്ന് പറയുന്നത് ഒരു മേൽക്കൂരയോ മതിലോ കൊണ്ടുള്ളതല്ല. അത് ദൈവത്തിൻ്റെ മന്ദിരമാണ്. അവിടെ ദൈവം വസിക്കേണ്ടതാണ്. ഒരു വീട് എത്ര മനോഹരമായി നിർമ്മിച്ചാലും അവിടെ ദൈവ സാന്നിധ്യമില്ലെങ്കിൽ അതൊരു സമാധാനമില്ലാത്ത വീടായി മാറും. എത്ര ചെറിയ വീടാണെങ്കിലും അവിടെ ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ വീടൊരു സമാധാനമുള്ള വീടായിത്തീരും. ദൈവ സാന്നിധ്യം ഇല്ലാത്ത ഒരു വീട് വെറും ശൂന്യമായ ഹൃദയം പോലെയാണ്. ഒരു വീട് എത്ര വലുതാണെങ്കിലും മനോഹരമാണെങ്കിലും എത്ര സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ദൈവ സാന്നിധ്യമില്ലെങ്കിൽ ആ വീടൊരു ശൂന്യമായിരിക്കും. ഒരു പക്ഷേ ധനം ഉണ്ടാകാം, പക്ഷേ സമാധാനം അനുഭവിക്കാൻ കഴിയില്ല. ദൈവം വസിക്കുന്ന ഒരു വീടുണ്ടെങ്കിൽ അവിടെ കലഹം സമാധാനമായി മാറും. അവിടെ ഭയം ധൈര്യമായി മാറും. ഉറവുകൾ അനുഗ്രഹമായി മാറും. ഇരുട്ട് പ്രകാശമായി മാറും. 127 സങ്കീർത്തനം 1 വാക്യം പറയുന്നു, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. ഇന്ന് നമുക്ക് ബൈബിളിന്റെ വെളിച്ചത്തിൽ ദൈവ സാന്നിധ്യം എന്നും ഭവനത്തിൽ നിലനിൽക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങളുടെ വീട് ദൈവ സാന്നിധ്യം നിറയുന്ന വീടാകണമെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ബോക്സിൽ ഇപ്രകാരം ഒന്ന് എഴുതുക: എൻ്റെ വീട് ദൈവത്തിൻ്റെ കൂടി വീടാണ്. ദൈവ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിൽ നിറഞ്ഞു നിൽക്കുവാൻ ഈ ആത്മീയ രഹസ്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഒന്നാമതായി, വീട്ടിൽ ദിവസവും പ്രാർത്ഥന സ്ഥാപിക്കുക. ദൈവ സാന്നിധ്യം വരുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. ദൈവ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നത് നിങ്ങളുടെ പണം കൊണ്ടോ സൗകര്യങ്ങൾ കൊണ്ടോ നിങ്ങളുടെ പദവി കൊണ്ടോ നിങ്ങളുടെ സ്ഥാനമാനങ്ങളോ കൊണ്ടോ അല്ല. പ്രാർത്ഥനയുള്ള വീടുകളിലേക്കാണ് ദൈവം കടന്നു വരുന്നത്. എന്നും ദൈവത്തോട് മുട്ടുകുത്തുന്ന ഭവനം ഒരിക്കലും തകർന്നു വീഴില്ല. കാരണം പ്രാർത്ഥന ഉയരുന്ന ഇടത്ത് ദൈവം വസിക്കാൻ തുടങ്ങും. ദൈവ സാന്നിധ്യം വരുന്നത് മുട്ടുകുത്തിയ ഹൃദയങ്ങളിലേക്കാണ്. കണ്ണുനീരിൽ നനഞ്ഞ പ്രാർത്ഥനയിലേക്കാണ്. പ്രാർത്ഥന ഇല്ലാത്ത വീട് വെറും കെട്ടിടം മാത്രം ആയിരിക്കും. കുടുംബമായി നിങ്ങൾ പ്രാർത്ഥിക്കുക. അതിന് വലിയ പ്രതിഫലം നിങ്ങളുടെ വീടുകളിൽ ലഭിക്കും എന്നത് ഉറപ്പുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, വചനം നിങ്ങളുടെ വീടുകളിൽ വായിക്കപ്പെടണം. വീടുകളിൽ വചനം ഉച്ചത്തിൽ വായിക്കുന്നത് ദൈവം കേൾക്കണം. വചനമില്ലാത്ത വീട് ആത്മീയമായി ശൂന്യമാണ്. ദൈവ സാന്നിധ്യം നിലനിൽക്കുന്നത് ദൈവ വചനത്തിലൂടെയാണ്. ഒരു വീട്ടിൽ ബൈബിൾ വായിക്കുമ്പോൾ അത് വെറുമൊരു പുസ്തകം വായിക്കുന്ന സമയമല്ല. ദൈവത്തിൻ്റെ വാക്കുകൾ ആ വീടിൽ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ദൈവവചനം ഉയരുന്ന വീട്ടിൽ ഭയം നിലനിൽക്കില്ല. ഇരുട്ട് നീണ്ടു നിൽക്കില്ല. ഹൃദയങ്ങൾ പാഴായി പോകില്ല. പൈശാചിക സാന്നിധ്യം ആ വീടിന് അടുത്തുപോലും വരികയില്ല. കാരണം ദൈവവചനം വായിക്കുന്നയിടത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ ദൈവവചനം വെളിപ്പെട്ടു നിന്നാൽ വീടിന് നേരെയുള്ള പിശാചിന്റെ തന്ത്രങ്ങൾ അവിടെ പൊട്ടിപ്പോകും. അവിടെ പ്രകാശം നിലനിൽക്കുന്നു. ദൈവത്തിന്റെ സമാധാനം നിലനിൽക്കുന്നു. വചനം വായിക്കപ്പെടുന്ന വീട്ടിൽ ശാപം നിലനിൽക്കില്ല. ദൈവവചനം പറയുന്നു, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ച് കൊടുക്കണം. നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നീ അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. മൂന്നാമതായി, നിങ്ങളുടെ ഭവനത്തിൽ സ്തോത്രവും ആരാധനയും നിറയുന്ന വീടാക്കി മാറ്റുക. നിനക്ക്, നിന്റെ ഭവനത്തിന്, നിന്റെ മക്കൾക്ക് ദൈവം ചെയ്യുന്ന ചെറുതും വലുതുമായ ഓരോ നന്മകൾക്കും ദൈവത്തോട് സ്തോത്രം പറയുക. ദൈവത്തോടുള്ള നന്ദി പറച്ചിൽ നിന്റെ ഭവനത്തെ വലിയൊരു അനുഗ്രഹമാക്കി മാറ്റും.
എപ്പോഴും ആരാധനയുള്ള ഭവനമാക്കി തീർക്കുക. ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിന്റെ ഓരോ ദിവസവും നീ തുടങ്ങുമ്പോൾ ദൈവം വലിയ അത്ഭുതങ്ങൾ നിന്റെ ഭവനത്തിൽ ചെയ്യാൻ തുടങ്ങും. സഹോദരങ്ങളെ, നിന്റെ കണ്ണത് കാണും, നിന്റെ ചെവിയത് കേൾക്കും, നീ അത് അനുഭവിക്കും. ദൈവ സാന്നിധ്യവും ദൈവത്തിൻ്റെ സമാധാനവും നീ അനുഭവിക്കുക തന്നെ ചെയ്യും. ദൈവം സ്തോത്രത്തിലും സ്തുതിയിലും വസിക്കുന്നു. ഒരു വീട്ടിൽ സ്തുതി ഉയരുമ്പോൾ അത് സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്നതാണ്. നിനക്ക് വേണ്ടുന്ന ഓരോ നന്മകളും സ്വർഗം നിനക്ക് തുറന്നു തരും. ആരാധനയിലൂടെ കണ്ണീരുള്ള ഹൃദയം ആശ്വാസത്തെ നേടും. പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീട് നാശത്തിലേക്ക് പോകുന്നു. എന്നാൽ സ്തോത്രം പറയുന്ന വീട് സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദത്തിലേക്ക് നയിക്കുന്നു. നിന്റെ ഓരോ പ്രശ്നങ്ങളിലും നീ അതിനെ മറന്നുകൊണ്ട് നിനക്ക് കിട്ടിയ, നിനക്ക് നൽകിയ ഓരോ നന്മകൾക്കും വേണ്ടി സ്തോത്രം പറയുമ്പോൾ അവിടേക്ക് ദൈവം ഇറങ്ങി വരും. നിന്റെ പ്രശ്നങ്ങൾ മാറ്റും, നിന്റെ വെല്ലുവിളികൾ മാറ്റും. നിന്റെ ജീവിതത്തിൽ വലിയൊരു നന്മ നിനക്ക് ലഭിക്കും. സ്വർഗീയ അന്തരീക്ഷമുള്ള വീടാക്കി മാറ്റാം. 22-ാം സങ്കീർത്തനം 3-4 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്കൽ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഉറപ്പായും 4-മതായി പറയാൻ പോകുന്ന കാര്യം നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകും. 4-മതായി ക്ഷമയും സ്നേഹവുമുള്ള വീടാക്കി മാറ്റുക. പ്രാർത്ഥനയും സ്തുതിയും വചനവും നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ഭവനം സ്നേഹവും സമാധാനവും ക്ഷമയുമുള്ള വീടായി മാറും. ദൈവത്തിൻ്റെ ക്ഷമ നിങ്ങളുടെ ഭവനത്തിലുള്ള ഓരോ വ്യക്തികളുടെ മേലും ഉണ്ടാകും. ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾ പരസ്പരം കൈമാറും. ദൈവം നമ്മോട് കാണിക്കുന്ന സ്നേഹം എത്ര വലുതാണ്, എത്ര മനോഹരമാണ്. അതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹത്തെ കൈമാറും. ദൈവത്തിൻ്റെ ക്ഷമ എത്രത്തോളം വലുതാണ്, അതുപോലെ നിങ്ങളും ക്ഷമയുള്ളവർ ആയിരിപ്പിൻ. നീ ഒരാളുടെ മുൻപിൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ക്ഷമിച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ഉറപ്പായും ദൈവം 100 പേരുടെ മുൻപിൽ നിന്റെ തലയെ ഉയർത്തി നിർത്തും. ഒരാളുടെ മുൻപിൽ നമ്മൾ ക്ഷമിച്ചു കൊടുക്കുന്നത് ഒരിക്കലും മോശമായ കാര്യമല്ല. അത്രയും നല്ലൊരു ഹൃദയം ഉള്ളവർക്ക് മാത്രമേ ക്ഷമിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, ക്ഷമയിലൂടെ നമുക്ക് ഒന്നും നഷ്ടമാകുന്നില്ല. പകരം ക്ഷമയിലൂടെ നമുക്ക് വലിയ നന്മകൾ ഉണ്ടാകും. ഒരാളോട് നീ ക്ഷമിക്കുമ്പോൾ 100 പേർ നിന്നെ സ്നേഹിക്കുന്ന, 100 പേർ നിന്നെ ബഹുമാനിക്കുന്ന സാഹചര്യം ദൈവം ഉണ്ടാക്കിത്തരും. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ ഓരോ കാര്യങ്ങളും നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് നിന്റെ ഭവനത്തിൽ നീ ഇത് പ്രയോഗിക്കുമ്പോൾ ദൈവ സാന്നിധ്യം നിന്റെ ഭവനത്തിൽ നിലനിൽക്കുക തന്നെ ചെയ്യും. അതിനെ തകർക്കുവാൻ ആർക്കും തന്നെ കഴിയില്ല. നിന്റെ മേലും നിന്റെ ഭവനത്തിന്മേലും നിന്റെ മക്കളുടെ മേലും ദൈവത്തിൻ്റെ സാന്നിധ്യവും പ്രവൃത്തിയും ഉണ്ടാകും. അത് ഇന്നോ നാളെയോ മാത്രമല്ല, എന്നേക്കുമായി നിന്റെ ഭവനത്തിൽ നിലനിൽക്കുക തന്നെ ചെയ്യും. ഈ കേട്ട വചനത്താൽ നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ ഭവനത്തെയും, നമ്മുടെ മക്കളെയും, നമ്മുടെ മക്കളുടെ ഭാവി ജീവിതത്തെയും ദൈവം വളരെ അനുഗ്രഹപ്രദമാക്കി നൽകുമാറാകട്ടെ. ആമേൻ.